ഓക്കെ. ഇതിൽ ശരിക്കും എന്താ പെർമനൻറ്റിൻ്റെ ഡിജിറ്റലൈസ് ട്രെയിനറാണ്. ഓക്കെ. ലാബിലേക്കുള്ള സർക്യൂട്ടുകളും ഡിജിറ്റൽ സർക്യൂട്ടും അനലോഗും ഒപ്പം ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ എൻ്റെ അനലോഗ് ഐ സി ട്രെയിനറാണ്. എന്ന് വെച്ചാൽ ഡിജിറ്റൽ സർക്യൂട്ടും ചെയ്യാം, അതുപോലെ നമുക്ക് ഒപ്പാമ്പ് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റും ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ 30 വോൾട്ട്, ഇതാണ് അതിൻ്റെ കൺട്രോൾ. ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. എൻ്റെ ഡിസ്പ്ലേ ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. 1.25 ആണ് മിനിമം വോൾട്ടേജ് ഉണ്ടാവുക. 1.25 ടു 30 വോൾട്ട്. 30 വോൾട്ട് വേരിയബിൾ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് സപ്ലൈ ആണ്. ഫ്ലോട്ടിംഗ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടുമായിട്ടൊന്നും കണക്റ്റഡ് ആയിരിക്കില്ല. സെപ്പറേറ്റ് ഒരു ബാറ്ററി പോലെയാണ് നമ്മൾ കണ്ടത്. അത് എങ്ങനെ വേണമെങ്കിലും സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഇതൊരു പ്ലസും മൈനസും ആയിട്ട് കണ്ടാൽ മതി. അത് നമുക്ക് വേറൊരു സർക്യൂട്ടിലേക്ക് സീരീസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. ഫ്ലോട്ടിംഗ് സപ്ലൈ എന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ടുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല, ഇലക്ട്രിക്കലി കണക്ഷൻ ഉണ്ടാവില്ല. അതിനെയാണ് ഫ്ലോട്ടിംഗ് സപ്ലൈ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ് എൻ്റെ കൺട്രോളും ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇതിൽ 30 വോൾട്ട് ഔട്ട്പുട്ടിൻ്റെ കൺട്രോളാണ് ഇവിടെ ഉള്ളത്. വേരിയബിൾ സപ്ലൈ ആണ്, ഫ്ലോട്ടിംഗ് സപ്ലൈ ആണ്. എന്താണ് ഫ്ലോട്ടിംഗ് സപ്ലൈ എന്ന് വെച്ചാൽ നമ്മളൊരു എക്സാമ്പിൾ ഒരു സർക്യൂട്ട് ഒരു 12 വോൾട്ടാണെന്ന് വിചാരിക്കാം. ഒരു ഗ്രൗണ്ട് ഉണ്ട്, വേറൊരു 5 വോൾട്ട് ഉണ്ട്, വേറൊരു 5 വോൾട്ട്. ഓക്കെ. എന്നിട്ട് രണ്ടിനെയും കൂടി കോമൺ ആക്കിയിട്ട് ഇത് നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 വോൾട്ടും കിട്ടും, ഇവിടെ 12 വോൾട്ടും കിട്ടും. ഫ്ലോട്ടിംഗ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു സപ്ലൈ. അത് ഇത് ഇലക്ട്രിക്കലി ഇതിന് കോമൺ ഗ്രൗണ്ട് എന്നാണ് പറയുക. ഇത് കോമൺ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് വെച്ചിട്ട് നോക്കിയാലാണ് ഇവിടെ 5 വോൾട്ടും 12 വോൾട്ടും കിട്ടുക. സെപ്പറേറ്റ് ഔട്ട്പുട്ടാണ്. പക്ഷേ ഇവിടെ കോമൺ ഗ്രൗണ്ടാണ്. ഫ്ലോട്ടിംഗ് സപ്ലൈ എന്ന് വെച്ചാൽ മൈനസിനും പ്ലസിനും ഇലക്ട്രിക്കലി ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചും കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ കോമൺ ഗ്രൗണ്ട് ആണെങ്കിൽ എന്താ ഇഷ്യൂ? നമുക്ക് ഒരിക്കലും ഇതിനെ എടുത്തിട്ട് ഇവിടെ തലയിരിച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ തലയിരിച്ച് കണക്ട് ചെയ്ത് എന്തായി? ഈ മൈനസ് ഇവിടെയും ഷോർട്ടായി, ഡയറക്റ്റ് ഈ പവർ സപ്ലൈ ഷോർട്ടാകുന്ന എഫക്റ്റായി. അത് കോമൺ ഗ്രൗണ്ട് ആയതുകൊണ്ടുള്ള ഇഷ്യൂ ആണ്. ഫ്ലോട്ടിംഗ് സപ്ലൈ ആണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ഇതിന് സീരീസ് ആയിട്ട് ഇവിടെ ഒരു 5 വോൾട്ട് സെറ്റ് ചെയ്തിട്ട് സീരീസ് ആയിട്ട് 12 വോൾട്ടിന് ഇട്ടാൽ 17 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ 5 വോൾട്ടാണ് സെറ്റ് ചെയ്യും, 5 വോൾട്ട് കുറഞ്ഞിട്ടുള്ള റിസൾട്ട് നെറ്റായിട്ട് കിട്ടും. ഫ്ലോട്ടിംഗ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി കണക്ഷൻ ഇല്ലാത്ത ഒരു സെപ്പറേറ്റ് പവർ സപ്ലൈ. അത്രയും ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇത് ക്ലിയർ അല്ല? ഫ്ലോട്ടിംഗ് സപ്ലൈ എന്താണെന്നുള്ള ക്ലിയർ അല്ല? ഓക്കെ. ഇതിൽ ഇത്രയും സെക്ഷനാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ലോജിക് ഇൻപുട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ലോജിക് ഇൻപുട്ട് എന്ന് വെച്ചാൽ മൊത്തം 5 ലോജിക് ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണ് ലോജിക് ഇൻപുട്ട്? എന്താണ്? നമ്മളൊരു ഡിജിറ്റൽ സർക്യൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഇൻപുട്ട് ഹൈ ലോ എന്നുള്ള ഹൈ ആക്കേണ്ടി വരും, ലോ ആക്കേണ്ടി വരും, അങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ടാകും. അപ്പോൾ ലോ ഹൈ ഒക്കെ ആക്കാൻ ഉള്ള ഇൻപുട്ടാണ് ഇത്. മുകളിലേക്ക് ഇടുമ്പോൾ ഹൈ ആയിരിക്കും, താഴത്തേക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്, പിന്നാണ്. നമുക്കൊരു വയർ വെച്ചിട്ട് എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയർ കണ്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിട്ടാൽ മതി. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ സമയത്ത് ഇത് ഹൈ ആണ്, ഇത് ലോ ആണ്. ഓക്കെ. ഇനി ഇത് ഇത്രയും 5 എണ്ണം ലോജിക് ഇൻപുട്ടാണ്. ആ സർക്യൂട്ടിലേക്ക് ഹൈയോ ലോ നമുക്ക് മാനുവലി സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ക്ലിയർ അല്ലേ? ഇനി ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഇത് ലോജിക് മോണിറ്ററാണ്. ലോജിക് മോണിറ്റർ എന്ന് വെച്ചാൽ ഇതിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ആണോ ലോ ആണോ നമുക്ക് അറിയാൻ പറ്റും. 1 to 8 ഔട്ട്പുട്ടാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഇതിപ്പോൾ ലോജിക് ലോ ആക്കിയിട്ടേക്കാണ്. ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഒന്നുമില്ല, ഉണ്ടോ? ഇവിടെ ഹൈ ആക്കിയപ്പോൾ ആ ഹൈ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ലോജിക് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഹൈ ആണോ ലോ ആണോ, ഇവിടെ എന്താണോ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് അത് ഹൈ ആണോ ലോ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതിനെയാണ് ലോജിക് മോണിറ്റർ എന്ന് പറയുക. ക്ലിയർ അല്ലേ? ലോജിക് മോണിറ്റർ, ലോജിക് ഇൻപുട്ട്. ഇത് ഐസിക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ളതും അത് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ലോജിക് മോണിറ്ററും ലോജിക് ഇൻപുട്ടും. ഇത് ക്ലിയർ അല്ലേ? ഡിജിറ്റൽ സർക്യൂട്ടിലേക്ക് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? ഇനി ഇതെന്ന് വെച്ചാൽ 4 സോക്കറ്റ്, 4 സെപ്പറേറ്റ് സോക്കറ്റ്. ഡിജിറ്റലൈസി നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ആകുമ്പോൾ എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പിന്നൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ കട്ടിങ് ഇവിടെയാണ് വരുന്നത്, നോച്ച് ഇവിടെയാണ് വരുന്നത് വെച്ചാൽ ഇത് ഒന്നാമത്തെ പിന്നാണ്. ഒന്നാമത്തെ പിന്നെ നേരെ പോകുന്ന ഈ ഒരു സ്പ്രിങ്ങിലേക്കാണ്. 1 to 1 കണക്ഷനാണ്. മനസ്സിലായല്ലോ? ഈ പിന്നെ ഡയറക്റ്റ് ഒന്നിലേക്ക് കണക്റ്റഡാണ്. ഇത് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ ഒരു ഐ സി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഐ സിക്ക് ചിലപ്പോൾ പവർ സപ്ലൈ കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ +5 എടുത്തിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ 14ാമത്തെ ഇത് 20 പിന്നുള്ള സോക്കറ്റാണ്. 20ാമത്തെ പിന്നാണ് VCC എങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു വയർ വെച്ചിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്താലേ ഇവിടെ VCC കിട്ടുള്ളൂ. ഓക്കെ. ഇപ്പോൾ 14 പിന്നുള്ള ഐ സി ആണെങ്കിലോ നമ്മൾ ചിലപ്പോൾ ഈ സൈഡിലേക്ക് ചേർത്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഇത് മൊത്തം 10 പിന്നാണ് ഒരു സൈഡിൽ വരുന്നത്. ഇത് 20 പിന്നിൻ്റെ സോക്കറ്റാണ്. അപ്പോൾ 14 പിന്നെന്ന് വെച്ചാൽ ഇങ്ങോട്ട് 7 എണ്ണം വരും. ഇവിടെ 3 എണ്ണം ഫ്രീ ആയിരിക്കും.
അങ്ങനത്തെ കേസിൽ ഇതിൻ്റെ നാലാമത്തെ പിന്നാണ് പിൻ നമ്പർ 1 ആയിട്ട് വരിക. ഓക്കെ അല്ലേ? IC ഈ സൈഡിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 3 പിന്ന് ഫ്രീ ആയിരിക്കും. കാരണം ഇത് 10 പിന്നുള്ള ഒരു സൈഡിൽ 10 പിന്നാണുള്ളത്. അപ്പോൾ 14 പിന്നിൻ്റെ IC ആണെങ്കിൽ ഒരു സൈഡിൽ 7 മറ്റേ സൈഡിൽ 7 വരിക. അപ്പോൾ 7 ഇവിടുന്ന് ഇങ്ങോട്ട് 7 പിന്നായിരിക്കും ഉണ്ടാവുക. 7 പിന്നാണെങ്കിൽ ആദ്യത്തെ 3 ഫ്രീ ആയിരിക്കും, നാലാമത്തെ ആയിരിക്കും അതിൻ്റെ 1ാമത്തെ പിന്നായിട്ട് വരിക. അങ്ങനെ നമ്മൾ നോക്കി കണക്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അത് ശ്രദ്ധിച്ച് കണക്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഇവിടെ IC സോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ICക്ക് പ്ലസ് സപ്ലൈ കണക്ട് ചെയ്യുക. ഏതാണോ പിന്നെ ഇവിടുന്ന് നമ്മൾ ചെയ്യുന്നത് എത്രയേ ഉള്ളൂ, ഈ സപ്ലൈ എടുത്തിട്ട് ഏതാണോ പിന്നെ അതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഒന്നാണെങ്കിൽ 1, രണ്ടാണെങ്കിൽ 2 സപ്ലൈ വയർ വെച്ച് കണക്ട് ചെയ്യും. അതുപോലെ ഗ്രൗണ്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. ഗ്രൗണ്ട് ഏതാണോ അതിലേക്ക് എടുത്തിട്ട് ഗ്രൗണ്ട് കണക്ട് ചെയ്തില്ല. ഓക്കെ. ICക്ക് സപ്ലൈ പ്ലസും മൈനസും കൊടുക്കാനുള്ള ഓപ്ഷനാണ്. എല്ലായിടത്തും ഡിജിറ്റൽ ഗ്രൗണ്ടും ഡിജിറ്റൽ സപ്ലൈയും ഉണ്ട്. കുഴപ്പമില്ല. ഓക്കെ. ഇപ്പോൾ അങ്ങനെ 4 സോക്കറ്റ് സപ്ലൈ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ, നമ്മൾ കണക്ട് ചെയ്താലേ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇപ്പോൾ 1 to 1 2 ഇത് രണ്ടാമത്തെ പിന്നാണ്, മൂന്നാമത്തെ പിന്നാണ്, അങ്ങനെ കണക്റ്റഡ് ആണ്. അതാണ് ഈ ലൈൻ കാണിക്കുന്നത്. ഇവിടെ നമ്മളൊരു 8 പിൻ IC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സൈഡിലേക്ക് ചേർത്തിടുകയാണെങ്കിൽ 1 to 4 ഈ ഓർഡറിൽ തന്നെ വരും. 5ാമത്തെ പിന്നെ ഏതായിരിക്കും? ICൻ്റെ ഇപ്പുറത്തായിരിക്കും ഉണ്ടാവുക അല്ലേ? ഒരു 8 പിൻ IC ഇവിടെ വെച്ച് അത് നമ്മൾ നോക്കി കണക്ട് ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യം ക്ലിയർ അല്ലേ? IC സോക്കറ്റും അതിന് ഡീറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് കൊടുക്കാനുള്ള പവർ സപ്ലൈ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ. അങ്ങനെ 4 സോക്കറ്റ്. ഇതിൽ വേറെ ഒന്നുമില്ല. ഇനി ഇത് മോണോപൾസ് ആണ്. മോണോപൾസ് ഇത് നോർമലി ഹൈ ആണ്. ഇവിടെ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ ഉണ്ടാവുക. ഇത് നോർമലി ഹൈ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു ലോജിക് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാണ്. ജസ്റ്റ് ഒരു മോണിറ്ററിലേക്ക് ഇതിവിടെ കണ്ടോ, ഇത് ഓൾറെഡി ഹൈ ആണ്. ഇനി ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ലോ ആയി. പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലോ ആയി, പക്ഷേ സെയിം ടൈം ഇവിടെ ഹൈ ആവും. എന്താണോ ഇവിടെ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ ഉണ്ടാവുക. ക്യൂ ബാർ ഇവിടെ എന്താണോ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചേക്കാണ്. ഈ സൈഡിൽ ഹൈ ആണ്, ആ സെയിം ടൈമിൽ അല്ല ഇവിടെ ലോ ആണ്, അവിടെ ഹൈ ആണ്. ഇനി റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ ലോ ആയി, അപ്പോൾ ഇവിടെ ഹൈ ആയി. ഓക്കെ. ക്യൂ ബാർ ക്ലിയർ അല്ലേ? ഇനി ഇത് ഡിജിറ്റൽ സപ്ലൈ ആണ്, 5 വോൾട്ട്. നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട് ചെയ്യാനുള്ള പവർ സപ്ലൈ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാം. ഓക്കെ. ഇത് ഗ്രൗണ്ടാണ്, ഇത് +5 വോൾട്ടാണ്. ഓക്കെ. ഇനി ഇത് ഫ്ലോട്ടിംഗ് സപ്ലൈ. ഫ്ലോട്ടിംഗ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മൾ എത്ര വോൾട്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ സൈഡിൽ നോക്കിയാൽ മതി. നമുക്ക് 1.5 to 30 വോൾട്ട് നമുക്ക് ഇതിൽ വേരി ചെയ്തെടുക്കാം. ഇത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. എന്തെങ്കിലും നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളത് ലൈറ്റ് ഓൺ ആയിരിക്കും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് സെറ്റ് ചെയ്ത വോൾട്ടേജ് എത്തും. ഓക്കെ അല്ലേ? ഇത് ഫ്ലോട്ടിംഗ് സപ്ലൈ ആണ്. ഓക്കെ. ഇതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി ഇതിൽ ഓപ്പാമ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ബോർഡിലൊക്കെ വെച്ചിട്ട് ഓപ്പാമ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രൗണ്ട് വേണ്ടി വരും, മൈനസ് സപ്ലൈയും പ്ലസ് സപ്ലൈയും വേണ്ടി വരും. ഈ ഗ്രൗണ്ട് കോമൺ ആണ് എല്ലായിടത്തും. കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കോളേജുകളിലേക്ക് ആകുമ്പോൾ സെപ്പറേറ്റ് ഒക്കെ ആണെങ്കിൽ എല്ലായിടത്തും കൂടി കൊടുത്തു കഴിയുമ്പോൾ സർക്യൂട്ട് വർക്ക് ചെയ്യാണ്ടായി പോകാതിരിക്കാനാണ് കോമൺ ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഓപ്പാമ്പിനാണെങ്കിൽ ഇപ്പോൾ 741 ആണെങ്കിൽ 4ാമത്തെ പിന്നെ മൈനസ് സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇവിടുന്ന് -12 എടുത്തിട്ട് കണക്ട് ചെയ്യുക. 7ാമത്തെ പിന്നെ പ്ലസ് സപ്ലൈ കൊടുക്കണം. ആ സമയത്ത് ഇവിടെ 12ാമത്തെ ഇവിടുന്ന് എടുത്തിട്ട് 7ാമത്തെ പിന്നിലേക്കും കണക്ട് ചെയ്യുക. അങ്ങനെ ഓപ്പാമ്പൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സിഗ്നൽ സോഴ്സും കൂടിയുണ്ട്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്കിവിടെ വേരി ചെയ്തെടുക്കാം. സൈൻ വേവ് ആണ് ഉണ്ടാവുക. ഓക്കെ. നമുക്കിത് വേരി ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ്. ഒരു സിഗ്നൽ സോഴ്സ്, ഒരു ഡുവൽ സപ്ലൈ -12 0 +12, ഒരു ഫ്ലോട്ടിംഗ്, ഒരു 0 to 30 വോൾട്ട് വേരിയബിൾ സപ്ലൈ. 0 to അല്ല, 1.5 to 30 ആണ്. അതുപോലെ തന്നെ +5 വോൾട്ട് ഗ്രൗണ്ട്, ഒരു മോണോപൾസ്. നമുക്ക് മാനുവലി ക്ലോക്ക് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഒരു അപ്പ് കൗണ്ടർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലോക്ക് പൾസ് കൊടുക്കണം. ആ മാനുവലി കൊടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. മാനുവലായിട്ട് പൾസ് കൊടുക്കാൻ കേട്ടോ. മാനുവലായിട്ട് പൾസ് കൊടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കാര്യങ്ങൾ ഏകദേശം ക്ലിയർ അല്ലേ?